Hi students, once again welcome back to EduSpring Classes. EduSpring ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതായത് ബാങ്കിങ് ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ജേണലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ്. താഴെ നൽകിയിരിക്കുന്ന ട്രാൻസാക്ഷൻ ജേണലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്താണ്, ഒരു ജേണൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ വരയ്ക്കണം. ജേണൽ എന്നാണ് പ്രധാനമായിട്ടും ജേണലിന് 5 കോളംസ് ആണ്. ഒന്ന് ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, അതുപോലെ ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം, ഇവിടെ ലെഡ്ജർ ഫോളിയോ കോളം. എന്താണ്, ആകെ 5 കോളംസ് ആണ് ഇവിടെ ഉള്ളത്. ഡെബിറ്റ് കോളം, ഇത് ക്രെഡിറ്റ് കോളം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ് നടക്കുന്നത് 2004 ജനുവരി 1 ആണ്. അപ്പോൾ 2004 ജനുവരി 1 ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. എന്താണ്, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇപ്പൊ നിങ്ങൾ ജേണലൈസ് ചെയ്യാൻ ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ആണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. ഇപ്പൊ ട്രാൻസാക്ഷൻ എന്താണ്, കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് ഇറക്കിക്കൊണ്ടെന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇവിടുത്തെ ഒരു ഘടകം ക്യാഷ് ആണ്, ഒരു ഘടകം എന്താണ്, ക്യാപിറ്റൽ ആണ്. അപ്പൊ എൻട്രി വരുന്നത് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, മുതലാളിയുടെ ക്യാപിറ്റൽ എന്നാണ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ്, ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എൻട്രി എന്താ വരുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ഇതാണ് ഫസ്റ്റ് എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 40,000. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ 40,000. ഇതിനെന്ത് ചെയ്യണം, ഒരു നരേഷൻ കൊടുക്കണം. കമൻസ്ഡ് ബിസിനസ്, അതായത് ഈ ഒരു ജേണൽ എൻട്രിയുടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ്. കമൻസ്ഡ് ബിസിനസ്, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഫസ്റ്റ് എൻട്രി. ഇനി എന്താണ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നാണ്, ജനുവരി 2 ജനുവരി 2 ആദ്യം ഡേറ്റ് റെക്കോർഡ് ചെയ്യുക, പിന്നെയാണ് ജേണലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസാക്ഷൻ ഓപ്പൺഡ് എ ബാങ്കിങ് അക്കൗണ്ട്. ഇവിടെ ഇതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്, ഓപ്പൺഡ് ബാങ്കിങ് അക്കൗണ്ട്. അപ്പോൾ ഒരു ബാങ്കിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മീൻസ് ഒരു ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്. എൻട്രി എന്താണ്, ബാങ്കിങ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 50,000. ഇവിടെ എത്രയാണ്, ക്രെഡിറ്റിൽ 15,000. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ബാങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഇൻവെസ്റ്റ് ചെയ്തത് ഏതാണ്, ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് 15,000 രൂപ വന്നു. മീൻസ് ബാങ്കിൽ അത്ര എമൗണ്ട് കൂടി. ക്യാഷ് എന്നാണ്, ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷാണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. അതുകൊണ്ട് ക്യാഷ് കുറയുന്നു. ക്യാഷ് കുറയുമ്പോൾ അത്രയും ക്യാഷ് എന്നാണ് അസറ്റ് ക്രെഡിറ്റ് ചെയ്തു ടു ക്യാഷ്, അത് ക്രെഡിറ്റ് ചെയ്തു. കാരണം ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അസറ്റ് ആണ്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, ഓപ്പൺഡ് നരേഷൻ എന്താണ്, ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്, ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്നാണ് ജനുവരി 4 ബോട്ട് മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ മെഷീനറി വാങ്ങുമ്പോൾ അത് പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതാൻ പാടില്ല. കാരണം എന്താണ്, ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫിക്സഡ് അസറ്റിന്റെ പേരിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതാണ്. കാരണം പർച്ചേസ് എന്ന് പറഞ്ഞാൽ അത് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ഗുഡ്സിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, അവിടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിക്സഡ് അസറ്റ് ആണ്. അതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്.
എമൗണ്ട് എത്രയാണ്? എത്ര രൂപക്കാണ് മെഷീനറി വാങ്ങിയത്? 4000. 4000-നാണ് മെഷീനറി വാങ്ങിയത്. പർച്ചേസ്ഡ് മെഷീനറി അല്ലെങ്കിൽ ബോട്ട് മെഷീനറി. ബോട്ട് മെഷീനറി വാങ്ങി എത്രയാണ്? 4000. ഇനി ഫിഫ്ത്ത്, ജനുവരി 5 ആണ്. ജനുവരി 5 അതായത് വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഇപ്പോൾ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താണ്? ക്യാഷ് പിൻവലിച്ചു. അത് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും ക്യാഷ് പിൻവലിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ബിസിനസ്സിലേക്ക് ക്യാഷ് പിൻവലിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. അതുപോലെ ബാങ്കിൽ എന്താണ്? അക്കൗണ്ടിലെ ക്യാഷ് കുറയുന്നു. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന അസറ്റ് കൂടുന്നു, ബാങ്ക് എന്ന അസറ്റ് കുറയുന്നു. ബാങ്ക് അസറ്റ് കുറയുമ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്യാഷ് എന്ന അസറ്റ് കൂടുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. എൻട്രി എന്താണ് വരുന്നത്? വിഡ്രോവലിന്റെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് വരുന്നത് 3000. 3000 ആണ് എമൗണ്ട്. ഇവിടെ നിന്നാണ് നരേഷൻ വരുന്നത്. ക്യാഷ് വിഡ്രൂ ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രൂ ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രൂ ഫ്രം ബാങ്ക് എന്നാണ് അതിന്റെ നരേഷൻ വരുന്നത്. ഇനി ജനുവരി 6, ജനുവരി 6 ട്രാൻസാക്ഷൻ ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് വാങ്ങി. ഇവിടെ ക്യാഷിനാണോ വാങ്ങിയത് അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിയുടെ പേര് നൽകാത്തത് കൊണ്ട് ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഇവിടെ പർച്ചേസ് എന്നുള്ളത് എന്താണ്? അതൊരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ടെന്നാണ് അത് ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് ആണ് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ ക്യാഷ് കൊടുത്തിട്ടല്ലേ വാങ്ങുന്നത്, ക്യാഷ് കുറയുന്നു, അസറ്റ് കുറയുന്നു. അസറ്റ് കുറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 9000 ആണ്. 9000. പർച്ചേസ്ഡ് ഗുഡ്സ്. നരേഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ്. ഗുഡ്സ് എന്താണ്? വാങ്ങി. ഈ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ജനുവരി 7th ജനുവരി ട്രാൻസാക്ഷൻ എന്താണ്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനങ്ങൾ വിറ്റു. സോൾഡ് മീൻസ് വിറ്റു എന്നാണ്. ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനങ്ങൾ വിറ്റു. അപ്പോൾ വിൽക്കുകയാണ്. വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് സെയിൽസ് ആണ്. ക്യാഷിനാണ് ഇവിടെ സെയിൽസ് നടത്തുന്നത്. ഇവിടുത്തെ ഒരു ഘടകം എന്നുള്ളത് സെയിൽസ് ആണ്, ഒരു ഘടകം എന്നുള്ളത് എന്താണ്? ക്യാഷ് ആണ്. ഇവിടെ ക്യാഷ് എന്നുള്ള അസറ്റ് എന്നാണ്. ക്യാഷ് സാധനങ്ങൾ വിൽക്കുമ്പോൾ ക്യാഷ് ലഭിക്കുന്നു. ക്യാഷ് ലഭിക്കുമ്പോൾ എന്താണ്? നമ്മുടെ ക്യാഷ് കൂടുന്നു. ക്യാഷ് എന്ന അസറ്റ് കൂടുമ്പോൾ ഇവിടെ അസറ്റാണ് കൂടുന്നത്, അതുകൊണ്ടെന്താണ് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. ഇവിടെ സെയിൽസ് വർദ്ധിക്കല്ലേ? സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്ന് മീൻസ് എന്താണ്? അതൊരു ഇൻകം കൂടുകയാണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആയിരിക്കും. ഇൻകം കൂടിയാൽ എന്താണ്? ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ആയിരിക്കും. ടു സെയിൽസ്. എമൗണ്ട് എത്രയാണ്? 5000 ആണ് എമൗണ്ട് വരുന്നത്. 5000. നരേഷൻ എന്താണ്? സോൾഡ് ഗുഡ്സ് എന്താണ്? വിറ്റു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇനി 7th ട്രാൻസാക്ഷൻ കഴിഞ്ഞു, റെക്കോർഡ് ചെയ്തു. ഇനി 9th ട്രാൻസാക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ട്രാൻസാക്ഷൻ എന്താണ്? ക്യാഷ് പർച്ചേസ് ഫ്രം ജോൺ. ജോണിൽ നിന്നും ക്യാഷിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ജോണിൽ നിന്നാണ് വാങ്ങിയത്, പക്ഷെ അത്
എന്താണ് ജോണി എന്ന് പേര് വന്നത് കൊണ്ട് ഇത് ക്രെഡിറ്റ് ആയിട്ട് പരിഗണിക്കേണ്ടതില്ല. കാരണം എന്താണ്, ഇത് ക്യാഷ് പർച്ചേസ് ആണ്. ഈ ക്യാഷ് പർച്ചേസിന്റെ കൂടെ ഒരു എന്താണ് വ്യക്തിയുടെ പേര് തന്നു കഴിഞ്ഞാൽ, സ്ഥാപനത്തിന്റെ പേര് തന്നു കഴിഞ്ഞാൽ അതെന്താണ്, അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ക്യാഷും പർച്ചേസും മാത്രം എന്താണ് ഇവിടെ പരിഗണിച്ചാൽ മതി. ഇതിന്റെ ഒരു ഘടകം എന്ന് ക്യാഷാണ്, ഒരു ഘടകം പർച്ചേസ് ആണ്. അപ്പോൾ ക്യാഷ് എന്താണ്, ക്യാഷ് കൊടുക്കുകയാണ്, ക്യാഷ് കുറയുന്നു, അസറ്റ് കുറയുന്നു, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആണ്. പിന്നെ പർച്ചേസ് എന്നാണ് ഡെബിറ്റ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എമൗണ്ട് എത്രയാണ്, ജനുവരി 9, ഡേറ്റ് ജനുവരി 9. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എത്രയാണ്, 3000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് എമൗണ്ട് എത്രയാണ്, 3000. ഇത് ജനുവരി 9 കഴിഞ്ഞു. ഇത് ജനുവരി 11 ആണ്. ജനുവരി 11 ട്രാൻസാക്ഷൻ എന്താണ്, പർച്ചേസ്ഡ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ ഇവിടെ സാധനങ്ങൾ വാങ്ങിയത് ക്യാഷ് കൊടുത്തിട്ടല്ല, പകരം എന്താണ് ചെക്ക് നൽകിയിട്ടാണ് ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് വഴി നൽകുക എന്ന് മീൻസ് അതെന്താണ്, അതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. എമൗണ്ട് നൽകുന്നത് ബാങ്കിൽ നിന്നാണ്. അപ്പോൾ ചെക്ക് വഴി പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ ഒരു ഘടകം എന്തായിരിക്കും, ബാങ്ക് ആയിരിക്കും. ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അത്രയും എമൗണ്ട് കുറയുന്നു. അതുപോലെ എന്താണ് നമ്മുടെ പർച്ചേസ് കൂടുന്നു. പർച്ചേസ് മീൻസ് അസറ്റ് കൂടുന്നു. അതുകൊണ്ട് എൻട്രി എന്താണ്, പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. 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 എമൗണ്ട് എത്രയാണ്, എമൗണ്ട് 2000. നരേഷൻ എന്താണ്, പർച്ചേസ്ഡ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക്. എന്നാൽ ചെക്ക് കൊടുത്തിട്ട് എന്താണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഇനി ജനുവരി 13 ആദ്യം ഡേറ്റ് റെക്കോർഡ് ചെയ്യാം. ജനുവരി 13 ട്രാൻസാക്ഷൻ എന്താണ്, ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലേക്ക് ക്യാഷ് നൽകി. ബാങ്കിലേക്ക് ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്, ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് ആകുമ്പോൾ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ബാങ്കിലേക്ക് ക്യാഷ് പെയ്ഡ് ചെയ്തു മീൻസ് എന്താണ്, ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്നുള്ള അസറ്റ് എന്താണ്, അക്കൗണ്ടിലെ ക്യാഷ് കൂടുന്നു. ഡെബിറ്റ് ചെയ്തു, ക്യാഷ് എമൗണ്ട് എന്താണ് ബിസിനസിന്റെ കയ്യിൽ നിന്ന് കുറയുന്നു, അസറ്റ് കുറയുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എത്രയാണ്, എമൗണ്ട് ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് 2500 ആണ്. 2500 ക്യാഷ് ഡെപ്പോസിറ്റഡ്. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, നരേഷൻ കൊടുത്തു. ഇനി ജനുവരി 13 കഴിഞ്ഞു. ജനുവരി 14 ട്രാൻസാക്ഷൻ ഡ്യൂ ഫോർ ഓഫീസ് യൂസ്. ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുമ്പോൾ എന്താണ്, ആ ഡെപ്പോസിറ്റിന്റെ ഓപ്പോസിറ്റ് എൻട്രി ആണ്. ഡെപ്പോസിറ്റ് എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. അങ്ങനെയെങ്കിൽ പണം പിൻവലിക്കുമ്പോഴോ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. നരേഷൻ എന്താണ്, വിഡ്രൂ ഫ്രം ബാങ്ക്.
വിഡ്രൂ ഫ്രം ബാങ്ക്. എമൗണ്ട് എത്രയാണ്? 1000 ആണ്. 1000. എമൗണ്ട് 1000. വിഡ്രൂ ഫ്രം ബാങ്ക് 1000. ജനുവരി 14 കഴിഞ്ഞു. ജനുവരി 15 നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ജനുവരി 15. ട്രാൻസാക്ഷൻ എന്താണ്? ഡ്യൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. അപ്പോൾ ഒരു ബിസിനസ്മാന്റെ പേഴ്സണൽ യൂസ്, വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചത്. അപ്പോൾ വ്യക്തിഗത ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ അതിന് അക്കൗണ്ടിങ്ങിലെ ടേം ആണ് ഡ്രോവിങ്സ്. ഡ്രോവിങ്സ് ആണ്. ഡ്രോവിങ്സ് കുറയുന്നത് ക്യാപിറ്റലിൽ നിന്നാണ്. ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഡ്രോവിങ്സ് എന്താണ്? ഡെബിറ്റ് ആണ്. ബാങ്കിൽ നിന്നല്ലേ പിൻവലിക്കുന്നത്. അപ്പോൾ ബാങ്കിന്റെ എമൗണ്ട് കുറയുന്നു, ബാങ്കിന്റെ അസറ്റ് കുറയുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. എൻട്രി എന്താണ്? ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 500 ആണ്. 500. നിരേഷൻ എന്താണ്? വിഡ്രൂ ഫ്രം ബാങ്ക്. വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് എന്താണ്? ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓഫീസ് യൂസിനാണെങ്കിൽ ബാങ്ക് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആയിരുന്നു. അതൊരു പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസിനാണെങ്കിൽ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജനുവരി 15 റെക്കോർഡ് ചെയ്തു. ഇനി ജനുവരി 19 ട്രാൻസാക്ഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രാജൻ. രാജനിൽ നിന്നും സാധനങ്ങൾ കടത്തിന് വാങ്ങി. രാജനിൽ നിന്നും സാധനങ്ങൾ എന്തിനാണ് വാങ്ങിയത്? കടത്തിനാണ് വാങ്ങിയത്. ഇവിടെ പർച്ചേസ് എന്നുള്ളത് ഒരു ഘടകമാണ്. രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്? രാജനാണ്. കാരണം ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ പർച്ചേസിന് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് എന്ന് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. കാരണം പർച്ചേസ് എന്നുള്ളത് ഒരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താകും? ഡെബിറ്റ് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എന്നാണ് രാജൻ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻ. ഇവര് രാജന് ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ സാധനങ്ങൾ കടത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കാനുണ്ടാകും. ഈ ക്യാഷ് കൊടുക്കാനുള്ള ആളുകളെ ബിസിനസ്സിൽ എന്താ വിളിക്കുന്നത്? ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിസിനസിന്റെ ഒരു ബാധ്യതയാണ്, ലാബിലിറ്റിയാണ്. ഈ ബാധ്യത കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് ക്രെഡിറ്റിലാണ് എഴുതുക, ക്രെഡിറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് രാജനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം. നരേഷൻ എന്താണ് വരുന്നത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ്. ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങി എന്നാണ് അതിന്റെ നരേഷൻ വരേണ്ടത്. ഇവിടെ എമൗണ്ട് 3000 ആണ്. ഡെബിറ്റ് 3000, ക്രെഡിറ്റ് 3000. നെക്സ്റ്റ് ജനുവരി 20 ട്രാൻസാക്ഷൻ ആണ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് മോഹൻ. മോഹന് സാധനങ്ങൾ കടത്തിന് വിറ്റു. ഇവിടെ സാധനങ്ങൾ കടത്തിനാണ് വിറ്റത്, മോഹനാണ് വിറ്റത്. ഇപ്പൊ ഇവിടുത്തെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് മോഹനാണ്, ഒന്ന് സെയിൽസ് ആണ്. വിൽക്കുകയാണല്ലോ. വിൽക്കുക എന്ന് പറഞ്ഞാൽ സെയിൽസ്. ഇപ്പൊ സെയിൽസ് എന്നുള്ളത് എന്താണ്? സെയിൽസ് എന്നുള്ളത് ഒരു ഇൻകം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും. ഇവിടെ സെയിൽസ് ക്രെഡിറ്റിലാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഘടകം ഏതാണ്? മോഹൻ അല്ലേ? മോഹൻ ഡെബിറ്റിലായിരിക്കും. അപ്പോൾ എൻട്രി എന്താണ്? മോഹൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. എമൗണ്ട് എത്രയാണ് വരുന്നത്? എമൗണ്ട് വരുന്നത് 2000 ആണ്. 2000. അതുപോലെ ഇവിടെയും 2000. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മോഹനാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ടെന്നാണ് കടത്തിനാണ് വിൽക്കുന്നത്. അദ്ദേഹം ബിസിനസ്സിലേക്ക് ക്യാഷ് ഇങ്ങോട്ട് തരാനുണ്ടായിരിക്കും. ഈ തരാനുള്ള ആളെ ഡെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് ഡെബിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് മോഹൻ ഡെപ്റ്റർ ആയതുകൊണ്ടാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം. ഇവിടെ നരേഷൻ എന്താണ്?
സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. പർട്ടിക്കുലേഴ്സ് കോളം എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. അപ്പോൾ 20th ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു. ഇനി റെക്കോർഡ് ചെയ്യേണ്ടത് 21st ട്രാൻസാക്ഷൻ ആണ്, ജനുവരി 21. ചെക്ക് ഇഷ്യൂഡ് ടു രാജൻ. രാജൻ എന്താണ്, ചെക്ക് ഇഷ്യൂ ചെയ്തു, മീൻസ് രാജന് ചെക്ക് എഴുതി കൊടുത്തു. ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്, എൻട്രി ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ എൻട്രി രാജൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് പേഴ്സൺസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഇവിടെ പേഴ്സൺ ആരാണ്, രാജനാണ്. അതുകൊണ്ടാണ് രാജൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. രാജൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. കാരണം ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ബാങ്കിലെ എമൗണ്ട് എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ടാണ് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം. ബാങ്കിന് അസറ്റ് കുറയുന്നത് കൊണ്ടാണ് ഇവിടെ ബാങ്ക് ക്രെഡിറ്റ് വരാനുള്ള കാരണം. രാജൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. എമൗണ്ട് എത്രയാണ്, എമൗണ്ട് 1000. എമൗണ്ട് വരുന്നത് 1000 ആണ്. 1000, ഇവിടെയും 1000. പേഡ് ടു രാജൻ. നരേശൻ പേഡ് ടു രാജൻ. പേഡ് ടു രാജൻ എന്നാണ് അതിന്റെ നരേഷൻ. അപ്പോൾ 21st കഴിഞ്ഞു. ഇനി 22nd, ജനുവരി 22 ആണ്, ജനുവരി 22. ട്രാൻസാക്ഷൻ എന്നാണ് ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ. മോഹനിൽ നിന്നും ചെക്ക് റിസീവ് ചെയ്തു. ഇതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. കാരണം എന്താണ്, നമുക്ക് ലഭിക്കുന്നത് എന്താണ്, ചെക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ക്ലാസ് പറഞ്ഞതാണ്, ചെക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ് ലഭിക്കുന്നതായിട്ട് തന്നെ പരിഗണിക്കണം. ചെക്ക് ലഭിച്ചാലും ക്യാഷ് ലഭിച്ചാലും എന്താണ്, അത് ക്യാഷ് ആയിട്ട് പരിഗണിക്കുകയും ക്യാഷിന് ഡെബിറ്റ് ചെയ്യുകയും വേണം. ഇവിടുത്തെ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് എന്നല്ല. കാരണം ചെക്ക് ലഭിച്ചാൽ ബാങ്ക് അല്ല, അത് ക്യാഷ് തന്നെയാണ്. പക്ഷെ ചെക്ക് പേയ്മെന്റ് ആണെങ്കിൽ അത് ബാങ്കാണ്. ഇവിടുത്തെ എൻട്രി എന്താ വരുന്നത്, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു മോഹൻ. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു മോഹൻ. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു മോഹൻ 22 ആണ്. എൻട്രി എന്താണ്, 1000. 1000. അതുപോലെ എന്താണ് 1000. നിരേശൻ എന്താണ്, ക്യാഷ് ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ. ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ. ചെക്ക് റിസീവ്ഡ്. നരേശൻ ചെക്ക് റിസീവ്ഡ്. ഇനി 22 കഴിഞ്ഞു. ഇനി എന്താണ് 23rd, ജനുവരി 23, ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ. അപ്പോൾ ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ. ഈ മോഹൻ എന്താണ്, നേരത്തെ അതായത് ജനുവരി 23rd ജനുവരി എന്താണ്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ മോഹൻ. മോഹൻ എന്താണ്, നേരത്തെ നമ്മൾ മോഹന് സാധനങ്ങൾ കടത്തിന് വിറ്റിരുന്നു. കണ്ടോ, മോഹൻ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ്. മോഹന് നേരത്തെ കടത്തിന് എന്താണ്, സാധനങ്ങൾ ക്രെഡിറ്റിന് വിറ്റിരുന്നു. അതിൽ കുറച്ച് സാധനങ്ങൾ എന്താണ്, അദ്ദേഹം ഇങ്ങോട്ട് തന്നെ തിരിച്ചു തന്നു. വിറ്റ സാധനം തിരിച്ചു തരികയാണെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്, സെയിൽസ് റിട്ടേൺസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്, സെയിൽസ് റിട്ടേൺസ്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് മീൻസ് വിറ്റ സാധനം തിരിച്ചു ലഭിക്കുമ്പോൾ അത്രയും ഇൻകംസ് എന്നാണ് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇൻകം കുറയുമ്പോൾ എന്താണ്, അത് ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും, ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു മോഹൻ അല്ലേ, 23rd മോഹൻ. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു മോഹൻ. എമൗണ്ട് എത്രയാണ്, മോഹൻ 250. 2000 രൂപയുടെ സാധനം വിറ്റപ്പോൾ അതിൽ 250 രൂപയുടെ സാധനം തിരികെ തന്നു. ഇപ്പൊ 250.
ഇവിടെ എന്താണ് 250. നരേഷൻ എന്നാണ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ എന്നാണ് നരേഷൻ. ഇനി നെക്സ്റ്റ് ആണ് ജനുവരി 25. ജനുവരി 25. അപ്പോൾ ജനുവരി 25 ഒരു 4 ട്രാൻസാക്ഷൻ ഉണ്ട്. ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾ സെപ്പറേറ്റ് തന്നെ റെക്കോർഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ആണെന്ത്, ഗുഡ്സ് റിട്ടേൺ ടു രാജൻ. ടു രാജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്തു. ടു രാജൻ എന്ന് പറഞ്ഞാൽ അവിടെ പർച്ചേസ് റിട്ടേൺ ആണ്. ക്ലിയറാലോ? ബൈ രാജൻ എന്ന് പറഞ്ഞാലോ അത് സെയിൽസ് റിട്ടേൺ ആണ്. ബൈ എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പർച്ചേസ് റിട്ടേൺ ആണ്. അത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ്? ഗുഡ്സ് റിട്ടേൺഡ് ടു രാജൻ. രാജന് സാധനങ്ങൾ തിരികെ കൊടുത്തു. രാജന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനമായിരുന്നു, രാജന് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പം അത് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതൊരു ക്രെഡിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ആ ഒരു ഘടകം ക്രെഡിറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രാജൻ ഡെബിറ്റിലും. അപ്പോൾ രാജൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. രാജൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. രാജൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 300. ഇവിടെയും 300. അപ്പോൾ നേരത്തെ നമ്മൾ രാജൻ എന്നാണ് സാധനങ്ങൾ, രാജന്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ കടത്തിന് വാങ്ങിയിരുന്നു. ആ വാങ്ങിയ സാധനം എന്നാണ് 300 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തു. നരേഷൻ എന്നാണ് ഗുഡ്സ് റിട്ടേൺ. ഗുഡ്സ് റിട്ടേൺ. ഗുഡ്സ് എന്നാണ് റിട്ടേൺ കൊടുത്തു. ഗുഡ്സ് റിട്ടേൺ. 25th എന്നാണ്. ഇനി വീണ്ടും എന്താണ് 25th ഒരു ട്രാൻസാക്ഷൻ കൂടിയുണ്ട്. ട്രാൻസാക്ഷൻ എന്താണ്? മോഹൻ ചെക്ക് പേഡ് ഇൻ ടു ബാങ്ക്. മോഹന്റെ കയ്യിൽ നിന്നും ഒരു ചെക്ക് ലഭിച്ചിരുന്നു. ഈ ചെക്ക് എന്താണ്? ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എന്താണ്? ഇപ്പോൾ നേരത്തെ ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്താണ് നമ്മൾ പഠിച്ചതാണ്. എൻട്രി എന്താണ് വരുന്നത്? ചെക്ക് മോഹൻ ചെക്ക് പേഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് അതിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച ഒരു ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും ഇതേ എൻട്രി തന്നെയാണ്. ഇതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. ആ ഒരു വീഡിയോയിൽ നിന്നാണ് ഇത് കറക്റ്റായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 1000. എമൗണ്ട് എത്രയാണ്? 1000. എമൗണ്ട് 1000. ചെക്ക് പേഡ് ഇൻ ടു ബാങ്ക്. ഏകദേശം ചെക്ക് പേഡ് ഇൻ ടു ബാങ്ക്. ചെക്ക് പേഡ് ഇൻ ടു ബാങ്ക്. ഈ 25th നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് വിഡ്രോൺ ബൈ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്. 25 തന്നെയാണ്. അതായത് പ്രൊപ്പറേറ്റർ മീൻസ് ബിസിനസ് മാൻ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് എന്താണ് ക്യാഷ് വിഡ്രോ ചെയ്തു. ക്യാഷ് വിഡ്രോ ബൈ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്. ഇത് ബാങ്കിൽ നിന്നല്ല. ബാങ്കിൽ നിന്നാണെങ്കിൽ ബൈ ചെക്ക് എന്ന് തരും. ബൈ ചെക്ക് എന്നില്ലാത്തത് കൊണ്ട് ബിസിനസ്സിൽ നിന്നാണ് അദ്ദേഹം ക്യാഷ് പിൻവലിച്ചത്. അപ്പോൾ പേഴ്സണൽ യൂസിന് ക്യാഷ് പിൻവലിക്കുകയാണെങ്കിൽ അതിനെ ഡ്രോവിങ്സ് എന്നാണ് വിളിക്കുന്നത്. എൻട്രി എന്താണ്? ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡ്രോവിങ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എമൗണ്ട് എത്രയാണ്? ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എമൗണ്ട് 500. 500. ഇവിടെയും 500. 500 ആണ് അതിൻ്റെ എമൗണ്ട്. നരേഷൻ എന്താണ്? വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ്.
വിഡ്രി ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രി ഫോർ പേഴ്സണൽ യൂസ്. ഈ 25th എന്നാണ് ഒരു ട്രാൻസാക്ഷൻ കൂടെ ഉണ്ട്. ഗുഡ്സ് വിഡ്രോൺ ബൈ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. ഇത് എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ ആണ്. ഗുഡ്സ് വിഡ്രോൺ ബൈ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. ഇവിടെ ഈ ഒരു പ്രൊപ്രൈറ്റർ ബിസിനസ് മാന് ക്യാഷ് അല്ല പിൻവലിച്ചത്. എന്താണ് പിൻവലിച്ചത്? ഗുഡ്സ് ആണ് പിൻവലിച്ചത്. ഗുഡ്സ് ആണ് അദ്ദേഹം പിൻവലിക്കുന്നത്. ഗുഡ്സ് പിൻവലിക്കുകയാണെങ്കിൽ അവിടെ ക്യാഷിന് പകരം എന്ത് കൊടുക്കണം? പർച്ചേസ് എന്ന് കൊടുക്കണം. എൻട്രി എന്നാണ് വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ്. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 750, 750. ഇവിടെയും 750. 750 രൂപയാണ്. നരേഷൻ എന്താണ്? വിഡ്രോൺ, ഗുഡ്സ് വിഡ്രോൺ ബൈ പ്രൊപ്രൈറ്റർ. ഗുഡ്സ് വിഡ്രോൺ ബൈ പ്രൊപ്രൈറ്റർ. ഗുഡ്സ് വിഡ്രോൺ ബൈ പ്രൊപ്രൈറ്റർ അതാണ്. നെക്സ്റ്റ് ജനുവരി 26 ആണ്. ജനുവരി 26. പേഡ് റെന്റ് ബൈ ചെക്ക്. പേഡ് റെന്റ് ബൈ ചെക്ക്, അതായത് റെന്റ് കൊടുത്തത് ചെക്കിലൂടെയാണ്. ക്യാഷിന് പകരം ചെക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. എൻട്രി എന്താണ്? റെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. കാരണം ഇവിടെ ചെക്ക് എഴുതി കൊടുക്കാണ്. ഏതൊരു എക്സ്പെൻസ് ആണെങ്കിലും അത് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. റെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. എമൗണ്ട് എത്രയാണ്? 1100 ആണ്. 1100. റെന്റ് പെയ്ഡ്. ഇപ്പോൾ 26th ഒരു ട്രാൻസാക്ഷൻ കൂടെയുണ്ട്. റിസീവ്ഡ് കമ്മീഷൻ ലഭിച്ചു. ഇപ്പൊ കമ്മീഷൻ എന്നുള്ളത് എന്താണ്? അതൊരു ഇൻകം ആണ്. കമ്മീഷൻ ലഭിക്കാണ്. അപ്പൊ ഇൻകം കൂടുമ്പോൾ എന്തായിരിക്കും? അത് ക്രെഡിറ്റ് ആണ്. അപ്പൊ കമ്മീഷൻ ക്രെഡിറ്റ് ആണ്. പിന്നെ ക്യാഷ് അല്ലേ കിട്ടുന്നത്. ക്യാഷ് കൂടുമ്പോൾ അസറ്റ് കൂടുന്നു. അതുകൊണ്ടെന്താണ്? ക്യാഷ് എപ്പോഴൊക്കെ ലഭിക്കുന്നോ അപ്പോഴൊക്കെ ക്യാഷ് ഡെബിറ്റ് ആയിരിക്കും. ക്യാഷ് ലഭിക്കുമ്പോഴൊക്കെ ക്യാഷ് ഡെബിറ്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ ക്യാഷ് ലഭിക്കുകയാണെങ്കിൽ, ബിസിനസ്സിലേക്ക് ക്യാഷ് ലഭിക്കുകയാണെങ്കിൽ ക്യാഷ് ഡെബിറ്റ് ആയിരിക്കും. ബിസിനസ് ക്യാഷ് കൊടുക്കുകയാണെങ്കിലോ അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കും. ഇവിടെ ക്യാഷ് ലഭിക്കുകയാണ്, അതുകൊണ്ട് ഡെബിറ്റിൽ എഴുതി. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു കമ്മീഷൻ. എമൗണ്ട് എത്രയാണ്? 600, 600 രൂപ. ഇവിടെ 600, 600 രൂപ. കമ്മീഷൻ റിസീവ്ഡ്. എന്നാണ് നരേഷൻ. ഇപ്പോൾ 26th ഇതെന്നാണ് 26th ആണ്. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 30, ജനുവരി 30. ജനുവരി മാസം ലാസ്റ്റിലേക്ക് എത്തി. ബാങ്ക് ചാർജസ് ഫോർ ദി മന്ത്. ബാങ്ക് ചാർജിന്റെ എൻട്രി എന്താണ്? അത് ബാങ്കിങ് ട്രാൻസാക്ഷനിൽ നമ്മൾ പഠിച്ചതാണ്. ബാങ്ക് ചാർജ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. 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 എമൗണ്ട് എത്രയാണ്? 50 രൂപ. 50 രൂപ. നരേഷൻ എന്നാണ്? ബാങ്ക് ചാർജ് ഡെബിറ്റഡ്. കണ്ടോ നിങ്ങൾ? ബാങ്ക് ചാർജ് എന്താണ്? ഡെബിറ്റിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ബാങ്ക് ചാർജ് ഡെബിറ്റഡ്. ഈ 30 തന്നെ എന്താണ്? 4 ട്രാൻസാക്ഷൻ എന്നാണ് ആ ഒരു ഡേറ്റിൽ നടക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ്. 30 ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു ബാങ്കിൽ, അതിന് നമുക്ക് പലിശ ലഭിച്ചു. അപ്പൊ ഈ ഒരു പലിശ എന്നാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ എൻട്രി എന്നാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എൻട്രി
ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇവിടെ ഇൻട്രസ്റ്റ് എന്നാണ് ഈ ഒരു പലിശ ബിസിനസിന്റെ കയ്യിലേക്ക് ലഭിച്ചിട്ടില്ല. പകരം എന്താണ് അവര് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നാണ് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് എഴുതി ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു എമൗണ്ട് അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? അക്കൗണ്ട് എന്ത് ചെയ്യും? ആ ഒരു എമൗണ്ട് കൂട്ടി കാണിക്കും. അതുകൊണ്ടാണ് ബാങ്കിൽ ആ ഒരു ബാങ്ക് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം. ഇപ്പൊ 80 രൂപ 80 രൂപ. നരേഷൻ എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റഡ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്. ഇൻട്രസ്റ്റ് എന്താണ്? ക്രെഡിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്. നെക്സ്റ്റ് ജനുവരി 30. ജനുവരി 30 നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ്. മോഹൻ ചെക്ക് വാസ് റിട്ടേൺ ഡിസ്ഹോണേഡ്. അതായത് മോഹന്റെ ഒരു ചെക്ക് അത് ക്യാൻസലായി, ഡിസ്ഹോണറായി. ഇപ്പൊ ഡിസ്ഹോണർ ആകുമ്പോൾ എൻട്രി അതൊരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ആണ്. എൻട്രി പേഴ്സൺസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. പേഴ്സൺസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഇവിടെ പേഴ്സൺ ആരാണ്? പേഴ്സൺ മോഹനാണ്. അപ്പോൾ മോഹൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. മോഹൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. മോഹൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 1000. നരേഷൻ ചെക്ക് ഡിസ്ഹോണേഡ്. ചെക്ക് ഡിസ്ഹോണേഡ്. ചെക്ക് ഡിസ്ഹോണേഡ്. ഈ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് പെയ്ഡ് സാലറി ടു മാനേജർ ആൻഡ് ആനന്ദ്. 30 തന്നെയാണ്. പെയ്ഡ് സാലറി ടു മാനേജർ ആൻഡ് ആനന്ദ്. അതായത് മാനേജർ ആനന്ദ്. അതായത് ആനന്ദ് എന്ന മാനേജർക്ക് സാലറി കൊടുത്തു. സാലറി എന്നുള്ളത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എപ്പോൾ എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ. സാലറി ഡെബിറ്റ് ആണ്. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷ് ആയിട്ടല്ലേ കൊടുക്കുന്നത്. ക്യാഷ് എപ്പോഴൊക്കെ കൊടുക്കുന്നു അപ്പോഴൊക്കെ ക്യാഷ് ക്രെഡിറ്റിലാണ് റെക്കോർഡ് ചെയ്യാം. എൻട്രി എമൗണ്ട് എത്രയാണ്? 1500. 1500. എന്ത് ചെയ്യാം? ഇത് ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്യാം. അതായത് ഫസ്റ്റ് ഡെബിറ്റ് കോളം മൊത്തം എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഒരു എമൗണ്ട് ഇവിടെ ലഭിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സൈഡ് എന്ത് ചെയ്യാം? മൊത്തം ടോട്ടൽ ചെയ്യാം. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ വർക്ക് മൊത്തം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? നിങ്ങൾ അത് ടോട്ടൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ആൻസർ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു ആൻസർ ലഭിക്കുന്നതായിരിക്കും. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇപ്പൊ സ്റ്റുഡൻസ് ഇത്രയും പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.